രമേശ് ചെന്നിത്തല കൂടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൂടി മീഡിയാവണിനൊപ്പം ചേരുകയാണ്. ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി വിജിൻ വായാന്തോടിനൊപ്പമാണ് ചെന്നിത്തലയുള്ളത്. വിജിൻ, അദ്ദേഹത്തിന്റെ ഓണാഘോഷം എങ്ങനെയാണ്? ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓണാഘോഷ പരിപാടികൾ? തീർച്ചയായും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സകുടുംബമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഓണാഘോഷം 2 ദിവസമായി ഇങ്ങനെ പൊടിപിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സിനിമക്കൊക്കെ പോയി ആ സിനിമയൊക്കെ കണ്ട്, മോഹൻലാലിന്റെ സിനിമയൊക്കെ കണ്ട് ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആഘോഷം? ഇവിടെയും അതായത് ചേച്ചിയുടെ വീട്ടിലുമായിട്ടാണ് സദ്യയൊക്കെ ഉണ്ടാകാറെന്നാണ് മനസ്സിലായത്. ചേച്ചിയുടെ വീട്ടിൽ എന്ന് പറയുന്നത് എൻ്റെ സഹോദരി അനിയത്തിയാണ്. അവിടെ അമ്മ ഉണ്ട്. അമ്മ അവിടെയാണ്. 90 വയസ്സായി അമ്മയ്ക്ക്. അപ്പം അമ്മയുള്ളപ്പോൾ അമ്മയുടെ കൂടെ വേണമല്ലോ ഓണസദ്യ കഴിക്കാൻ. അപ്പം അതിന് ഞങ്ങളിപ്പോൾ ഇത് അങ്ങോട്ട് പോവാണ്. അന്നേരമാണ് മീഡിയ വൺ വിജയൻ സന്നിധി ഇവിടെ വന്നത്. ആദ്യമായി എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. ഓണം നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, മലയാളിയുടെ വികാരമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇപ്പം 3-4 മാസം ഓണാഘോഷമാണ്. അപ്പോൾ അതൊരു നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ഇത്തവണ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണവും നബിദിനവും ഒരുമിച്ച് വരും. പണ്ടൊരിക്കലും ഇതുപോലെ പെരുന്നാളും ഓണം ഒരുമിച്ച് വന്നായിരുന്നു, നൊയമ്പ് കാലഘട്ടത്തിൽ. അപ്പോൾ അതെല്ലാം വളരെ അപൂർവമായ അവസരങ്ങളാണ്. അതെല്ലാം മലയാളി ഒരുമിച്ച് ഇതെല്ലാം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അധ്യാപക ദിനമാണ്, നബിദിനമാണ്, ഓണവുമാണ്. അപ്പം ഇത് മൂന്നും നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. അതൊരു മതേതര മനസ്സാണ്. ആ മനസ്സിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം സിനിമാക്കാരോടും രാഷ്ട്രീയക്കാരോടും നമ്മൾ സ്ഥിരം ചോദിക്കുന്നതാണ്, കുടുംബത്തോടൊപ്പം കിട്ടാറുണ്ടോ എപ്പോഴും ഓണാഘോഷിക്കാനൊക്കെ? വരാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊന്നും നടക്കാറില്ല. മിക്കവാറും ഓണത്തിന് കാണാറുണ്ട്. ഇന്നലെ സിനിമക്ക് പോയി, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഹൃദയപൂർവ്വമാണ്. ചേട്ടൻ മോഹൻലാലിന്റെ സിനിമ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് തന്നെ പോയത്. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് അച്ഛനെയൊക്കെ എപ്പോഴും കിട്ടാറുണ്ടോ? അല്ല, ഓണം ഇത്തവണ എല്ലാവരും ഒരുമിച്ച് വന്നു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. എല്ലാ തവണ എങ്ങനെ ഉണ്ടാവാറില്ല? മിക്കവാറും ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കിട്ടിയോണ്ടുള്ള സന്തോഷമാണ്. ജോലി ചെയ്യുന്നത്? ഞാൻ റേഡിയോളജിസ്റ്റ് ആണ്. ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ്. അനിയനാണ്. അനിയൻ ജോലി ചെയ്യുന്നത്? ഞാനൊരു IRS ഓഫീസറാണ്. ഇപ്പോൾ മംഗലാപുരത്ത് പോസ്റ്റിംഗ്. എന്ത് പറയുന്നു? അപ്പൊ പിന്നെ കിട്ടാറുണ്ടോ ഓണത്തിനൊക്കെ? ഉണ്ട്. കോടിയൊക്കെ വാങ്ങിച്ചു തന്നോ? എന്തൊക്കെയാ വാങ്ങിച്ചു തന്നത്? എന്തൊക്കെയാ വാങ്ങിച്ചു തന്നത്? ഇത് ഓണക്കൂടിയാണ്. ഓണക്കൂടി. ഒരു പാട്ട് പാടാറുണ്ടെന്ന് കേട്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി? ഊണ് കഴിച്ചിട്ട് എനിക്ക് നബിദിനമായതുകൊണ്ട് കരുനാഗപ്പള്ളിയാണ് ഒരു നബിദിനാഘോഷ പരിപാടി. അത് കഴിഞ്ഞ് ഹരിപ്പാടാണ്. പിന്നെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ധാരാളം പരിപാടികളുണ്ട്. ഇന്ന് തന്നെ ഹരിപ്പാടേക്ക് പോകും? ഇന്ന് തന്നെ ഹരിപ്പാടേക്ക് പോകും. ഉച്ച കഴിയുമ്പോൾ പോകും. അമ്മയുടെ വീട്ടിലേക്കാണ്? അമ്മയെ കാണണം, അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കണം, അമ്മയോടൊപ്പം ഓണസദ്യ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയോടൊപ്പം വേണം കഴിക്കാൻ. അതാണ് എൻ്റെ. നിങ്ങളൊക്കെ ഓണം കഴിക്കുന്നില്ലേ? ഓണാഘോഷം ഓണസദ്യ ഇല്ലേ? ശരി. എന്തായാലും ഡ്യൂട്ടിക്കിടയിലാണല്ലോ. അപ്പം ഇതിനു മുമ്പ് ഓഫീസിലെ ഓണമൊക്കെ കഴിഞ്ഞു, ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇങ്ങനെ നാട്ടുകാരൊക്കെ ആയിട്ട് ആഘോഷിച്ച് പോവാണ്. അപ്പം എല്ലാവർക്കും, എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു, നബിദിനാശംസകൾ നേരുന്നു. അധ്യാപകർക്ക് അധ്യാപക ദിന ആശംസകളും നേരുന്നു. നമ്മുടെ ഡെസ്കിൽ നിന്ന് എന്തോ ചോദിക്കുന്നുണ്ട്. ദിവ്യ ചോദിക്കാം. ആ കുഞ്ഞു മോൻ പാടിയ പാട്ടുണ്ടല്ലോ, അത് ഏത് പാട്ട്? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറയൂ. ഏത് പാട്ടാ മോൻ പാടിയത്? ചേച്ചി മനസ്സിലായിട്ടില്ല. ഓണപ്പാട്ടിൻ താളം തുള്ളും ഓണപ്പൂവേ, അതാണ് ആ പാട്ട്. ദിവ്യക്ക് അറിയില്ല, പക്ഷെ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും അടിപൊളിയായി മോന് പാട്ട്. എന്തായാലും തിരക്ക് പിടിച്ച സമയമാണ്. ഇനി അമ്മയുടെ വീട്ടിലേക്ക് പോയി സദ്യ കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും രമേശ് ചെന്നിത്തലയും കുടുംബവും ഒക്കെ രമേശ് ചെന്നിത്തല ഹരിപ്പാടേക്ക് പോകും. കുടുംബം തിരിച്ച് വീട്ടിലേക്ക് ഒക്കെയായി ഓണാഘോഷവുമായി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ വൺ.